വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യത്തെ പ്രസിഡന്റ്. പലപ്പോഴും മുസ്ലിങ്ങളുടെ ചരിത്ര സംസാര വേദികളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു വ്യക്തിത്വമായി വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വക്കം മൗലവി എന്ന് പറയുന്നത് കേരളീയ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റുവാൻ കഴിയാത്ത, കേരളത്തിന്റെ ഏത് ചരിത്രമെടുത്താലും, സാമൂഹ്യമായ ചരിത്രമെടുത്താലും, പത്രപ്രവർത്തനത്തിന്റെ ചരിത്രമെടുത്താലും, സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമെടുത്താലും, ഇനി മതസമൂഹത്തിന്റെ ചരിത്രമെടുത്താലും, എല്ലാ ചരിത്രത്തിലും വളരെ ശോഭയോടുകൂടി തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് വക്കം മൗലവി എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുവാനുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഇ മൊയ്തു മൗലവിയാണ്. ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളിൽ പിന്നീട് പണ്ഡിതോചിതമായ നേതൃത്വം നൽകുന്നത് കെ എം മൗലവിയാണ്. ഇവരെല്ലാവരും ഒരേ സമയത്ത് തന്നെ ഈ മതസംഘടനയുടെ നേതൃത്വത്തിൽ മുന്നിൽ നിൽക്കുകയും അതോടൊപ്പം തന്നെ ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും അതേപോലെ വൈജ്ഞാനിക നവോത്ഥാനങ്ങളിലും പങ്കാളികളാവുകയും ചെയ്തു എന്നതാണ് ചരിത്രം. കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ഇതിന്റെ രൂപീകരണ വേളയിൽ ഉണ്ടായ ഒരു ചരിത്രം അന്നതിൽ പങ്കാളികളായിരുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ 100 കൊല്ലത്തെ ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ജമിയത്തുൽ ഉലമയുടെ രൂപീകരണ ദിവസത്തിലുണ്ടായ സംഭവം എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനെ ഒരു പണ്ഡിത സംഘടന രൂപീകരിക്കേണ്ടതുണ്ട്. മുസ്ലിം ഐക്യസംഘത്തിന്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ കേരളത്തിൽ ഉടനീളമുള്ള പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടുകയാണ് അവിടെ. ആ സമ്മേളനത്തിന് അധ്യക്ഷനായി ക്ഷണിക്കുന്നത് കേരളത്തിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാരുടെ ഉസ്താദായ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിന്റെ പ്രിൻസിപ്പൽ അബൂബക്കർ ഹസ്രത്തിനെയാണ്, അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിനെയാണ്. അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് ആ യോഗത്തിൽ പങ്കെടുക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പണ്ഡിതന്മാരെ നേർക്കുനേരെ കണ്ട് നിങ്ങൾക്ക് യാത്രാബത്തയും ഭക്ഷണവും അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യോഗത്തിലേക്ക് പണ്ഡിതന്മാരെ ക്ഷണിക്കുന്നത്. ആ യോഗത്തിൽ വെച്ച് ഈ മൊയ്തു മൗലവി പ്രമേയം അവതരിപ്പിക്കുന്നു. പ്രമേയം അവതരിപ്പിച്ച ഉടനെ സദസ്സിലുണ്ടായിരുന്ന ഒരു ബാക്കവി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സംഘടനയുണ്ടാക്കാൻ എന്താണ് ദലീൽ എന്ന. എന്താണ് ദലീൽ? ഒരു മതത്തിന്റെ പേരിൽ ഒരു സംഘടനയുണ്ടാക്കാൻ, മതപണ്ഡിതന്മാർ കൂടിച്ചേർന്ന് ഒരു സംഘടനയുണ്ടാക്കാൻ എന്താണ് ദലീൽ എന്ന ചോദ്യത്തിന് ഇ കെ മൗലവി സാഹിബ് അവിടെ വെച്ച് ഒരു ആയത്തോതി മറുപടി നൽകുകയാണ്. അദ്ദേഹം നൽകിയ മറുപടി വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൂന അനിൽ മുൻകർ എന്ന ആയത്താണ്. ഈ ആയത്ത് കേട്ടപ്പോ ചോദ്യം ചോദിച്ച ബാക്കവിയുടെ തിരിച്ചുള്ള ചോദ്യം, ഞാൻ ചോദിച്ചത് ദലീലല്ലേ, നിങ്ങൾ ഓതിയത് ഖുർആൻ ആയത്തല്ലേ, അതെങ്ങനെ ദലീലാകും എന്നാണ്. മതപരമായ ഒരു കാര്യത്തിന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ദലീലാവുകയില്ല എന്ന് വിശ്വസിച്ച ബാക്കവിമാരായിരുന്നു അന്ന് ഈ സമുദായത്തിന് നേതൃത്വം നൽകിയിരുന്നത് എന്നർത്ഥം. ഇ കെ മൗലവി യോഗാധ്യക്ഷനായ അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിനോട് ചോദിച്ചു, ഹസ്രത്ത്, ഈ ആയത്ത് ദലീലാവുകയില്ലേ? ഹസ്രത്തിന്റെ മറുപടി, എമ്പാടും ദലീലാണ്, വിശുദ്ധ ഖുർആനിലെ ആയത്ത് തെളിവാണ്. അപ്പോഴാണ് ഈ ചോദ്യം ചോദിച്ച ബാക്കവി അടങ്ങിയത്. ഈ 100 കൊല്ലത്തിനിടയിൽ കേരളീയ മുസ്ലിം സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വരുത്തിയ മാറ്റത്തിന്റെ തെളിവെന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മാസങ്ങളോളം നീണ്ട ആശുപത്രി വാസത്തിന് ശേഷം പുറത്തു വന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആദ്യമായി തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നടത്തിയ സംസാരമാണ്. എന്തായിരുന്നു ആ സംസാരം? ആ സമയത്ത് ഇവിടെ ഏറെ വിവാദമുണ്ടായ ഒരു കാര്യമാണ്. CM മടവൂര് മുദബ്ബിറുൽ ആലമാണ്. മാനസിക രോഗിയായി ജീവിക്കുകയും
മരണപ്പെടുകയും ചെയ്ത ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചില മുസ്ലിയാക്കന്മാർ വാദിച്ചു. ഇപ്പോഴും അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട്. അതിനെന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ വൈലത്തൂരിൽ ഈയിടെ നടന്ന 2 പരിപാടികളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് പിന്നീട് വിശദീകരിക്കാം. ഈ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ മുദബ്ബിറുൽ ആലമാണ്. അയാളാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അയാളാണ് ഫ്ലൈറ്റുകൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് വേറൊന്നും വേണ്ടല്ലോ. ഇത് വിവാദമായ സമയത്ത് തന്റെ ശിഷ്യന്മാരെ ഇരുത്തിക്കൊണ്ട് ഈ വാദം തെളിയിക്കുവാൻ, അഥവാ അല്ലാഹു അല്ലാതെ വേറെയും ഒരുപാട് മുദബ്ബിറുകൾ ഈ ലോകത്തിനുണ്ട്, CM മടവൂര് മുദബ്ബിറാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല എന്ന് തന്റെ ശിഷ്യന്മാരോട് പറയാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് കാന്തപുരം പാരായണം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഇത്തരം വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി ദുർവ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ, തെറ്റായ അർത്ഥവും വിശദീകരണവും നൽകിയെങ്കിൽ മാത്രമേ താൻ പറയുന്ന കാര്യങ്ങൾ ഈ മുസ്ലിം സമൂഹം അംഗീകരിക്കുകയുള്ളൂ എന്ന ബോധം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് വരെ ഉണ്ടായത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 കൊല്ലത്തെ പ്രവർത്തന ഫലമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ടങ്ങനെയല്ല. പണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിയാർ പറഞ്ഞാൽ മതി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, തനാളുപൂര് പോലെയുള്ള പ്രദേശം എമ്പാടും വാദപ്രതിവാദങ്ങൾ നടന്ന സ്ഥലമാണ്. ആ വാദപ്രതിവാദങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം ഉന്നയിച്ച ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താ ചോദ്യങ്ങൾ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നതിന്, ബദരീങ്ങളെ കാക്കണേ എന്ന്, മുഹീദ്ദീൻ ശേഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നതിന് എന്താണ് തെളിവ് എന്ന ചോദ്യത്തിന് അന്നത്തെ മുസ്ലിയാക്കന്മാര് ദുർവ്യാഖ്യാനങ്ങളും ന്യായങ്ങളുമാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് അത് പോരാ എന്ന് മനസ്സിലാക്കുകയും ഇത്തരം തർക്ക വിഷയങ്ങൾക്ക് മുഴുവൻ തങ്ങളുടെ ബുദ്ധിയിൽ നിന്ന്, യുക്തിയിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് വ്യാഖ്യാനം നൽകി വിശദീകരിക്കുകയും നൽകുന്ന അവസ്ഥയിലേക്ക് പൗരോഹിത്യം എത്തിച്ചേർന്നു. ഖുർആൻ തെളിവാണ്, ഖുർആൻ പ്രമാണമാണ് എന്ന് ഈ സമൂഹം മനസ്സിലാക്കി. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമ്മേളനത്തിന്റെ പ്രമേയമായി തെരഞ്ഞെടുത്തത് തൗഹീദാണ് പ്രധാനം, സുന്നത്താണ് നിധാനം എന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് തൗഹീദ് പ്രധാനമാകുന്നത് എന്നിവിടെ നേരത്തെ വിശദീകരിച്ചു. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിൽ നിന്ന് ഈ സമൂഹത്തെ അകറ്റിക്കൊണ്ടുപോകുവാനുള്ള അതിശക്തമായ ഗൂഢശ്രമങ്ങളാണ് പൗരോഹിത്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. ഒരു ഭാഗം ആളുകളുണ്ട്. എന്താ അവരുടെ രീതി? അള്ളാഹുവിന് പുറമെ അവർ ചില സമന്മാരെ, അള്ളാഹുവിന് സമന്മാരായ ചില ആളുകളെ അവർ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്താ അവരുടെ പ്രത്യേകത? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവര് അള്ളാഹുവിന് സമന്മാരായി അവർ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ആളുകളെ സ്നേഹിക്കുകയാണ്. അള്ളാഹുവിനെ അല്ല അവർ സ്നേഹിക്കുന്നത്, മറിച്ച് അവർ സ്നേഹിക്കുന്നത് ഈ മഹാന്മാരെയാണ്. എന്നാൽ വിശ്വാസികളുടെ പ്രത്യേകത എന്താ? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികൾ ഏറെ ശക്തമായി സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പ്രസംഗം ഈയിടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. അത്